സകല മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവത്തെ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ, ഈ പകരം ആ ദൈവത്തെ സ്തുതിപ്പാൻ, ആ ദൈവത്തെ സ്തോത്രം ചെയ്യുക, ആ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഈ പ്രഭാതം അല്പസമയം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, അന്ന് നദിയായി ഒഴുകണമേ, തീവായി ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി സ്വർഗത്തിലേക്ക് ഉയർത്തി, കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി. അങ്ങനെ ഒരു തീ പകൽ ഇതിനകത്ത് ഇറങ്ങും. മാളിക മുറിക്കകത്ത് പെട്ടെന്നൊരു കൊടിയ കാറ്റ് വീശി മാളിക മുറിക്കകത്ത് അഗ്നിനാവ് ഇറങ്ങിയെങ്കിൽ, ഈ പകൽ വിശ്വസിക്കുന്ന ദൈവജനമുണ്ടെങ്കിൽ, ഈ പകലും അതേ അഗ്നിനാവ്, അതേ കൊടിയ കാറ്റ് ഈ ആലയത്തിനകത്ത് വീശും. ഈ ആലയത്തിനകത്ത് മാറ്റിയിറങ്ങും. എന്റെ ദൈവം ഈ പകല് ചിലരെ കത്തിക്കും. ഈ പകലും എന്റെ ദൈവം ചിലരെ കത്തിക്കും. ചിലരെ എന്റെ ദൈവം തീയാക്കി മാറ്റും. ചിലരെ തീയുടെ തീ വന്ന് വീഴും. തീ വന്ന് വീഴും. ഈ പകലും ചിലരെ തീ വന്ന് വീഴും. തീ വന്ന് കഴിഞ്ഞ നാളുകളിൽ അഭിഷേകമല്ല, നിന്റെ ലെവല് മാറാൻ പോവുക. നിന്റെ അഭിഷേകത്തിന്റെ ലെവല് മാറാൻ പോവുക. നിന്റെ പ്രാർത്ഥനയുടെ തലം മാറാൻ പോവുക. നിന്റെ അഭിഷേകത്തിന്റെ തലം മാറാൻ പോവുക. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രണ്ട് കരങ്ങളെ കാത്തടിച്ച് ശക്തിയോടെ ശക്തിയോടെ ഒരു തീ പകൽ ഇതിനെ കുറയും. ശക്തിയോടെ അഭിഷേകം സകല ജഡത്തിന്മേലും കൊടുത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊടുത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അഗ്നിനാവായി പതിയണമേ, കാറ്റായി വീശേ
പരിശുദ്ധ താരത്തിൽ മൂടുതേ ദേവ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ ദേവ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ ദൈവമേ നല്ല ദൂതകൾ നമ്മെ സുറ്റിലും ഇങ്ങോ ഇറങ്ങിനാർ ദൈവമേ നല്ല ദൂതകൾ നമ്മെ സുറ്റിലും ഇങ്ങോ ഇറങ്ങിനാർ ദേവാവിൻ മഹിമൈ നമ്മെയെല്ലാം പരിശുദ്ധ താരത്തിൽ മൂടുതേ ദേവാവിൻ മഹിമൈ നമ്മെയെല്ലാം പരിശുദ്ധ താരത്തിൽ മൂടുതേ ദൈവാത്മാവേ Lord.
Oh,
ഒതുക്കിയെന്ന് നീ പറയുന്നത് നിനക്കകത്ത് വളർത്തിയെന്നാ പറയുന്നത്. നീതി വിത്തൊരു മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. നീതി വിത്തൊരു പ്രഭ വെളിപ്പെടാൻ പോവുകയാണ്. നീതി വിത്തൊരു ശോഭ വെളിപ്പെടാൻ പോവുകയാണ്. നീതി വിത്തൊരു പ്രശംസാ വിഷയമായി മാറാൻ പോവുകയാണ്. നിന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറാൻ പോവുകയാണ്. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി സ്നേഹിച്ചിരിക്കുകയാണ്. ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും സ്വകാര്യങ്ങളെയും കൊടുക്കുന്നത് കൽപ്പിക്കുകയാണ്. നിന്റെ കണ്ണുനീരൊപ്പുന്നവന്റെ അരികിലുണ്ട്. നിന്റെ ബന്ധനങ്ങളെ ആർത്തുകളയുന്നവന്റെ അരികിലുണ്ട്. നിന്നെ പുറത്തടിക്കുന്നവന്റെ അരികിലുണ്ട്. നീ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, ഇന്നനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, അവയൊന്ന് പുറത്തെടുത്ത് നിന്റെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റി. ഭയം പിടിച്ച് ഭാരപ്പെട്ട് പതറിപ്പോയ ജീവിതം സ്ഥാനിച്ചു എന്ന് ചിന്തിച്ചിടത്ത് ശത്രുക്കിനെ വേഷക്കിനെ കരം പിടിച്ച അഭയത്തിന് പുറത്തെടുക്കുവാൻ രാജകൽപ്പന പുറപ്പെടുന്ന പോലെ രാജാവി രാജാവും കർത്താവി കർത്താവുമായവൻ നിനക്ക് വേണ്ടി ഇന്ന് പലതും ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവേ, ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇവൻ കടന്നു വന്ന പാതകളിൽ എവിടെയെല്ലാം ഒതുക്കി വയ്ക്കുവാൻ നോക്കിയോ അവിടെയെല്ലാം കർത്താവേ ആത്മാവിന്റെ അഗ്നിയിറങ്ങുന്ന പകൽ അവയിന്ന് പുറത്തെടുത്ത് രക്ഷിക്കുന്ന വലിയ ഭയക്കായി സ്തോത്രം. ഹല്ലേലൂയ. മഹത്വം വെളിപ്പെടാൻ പോയി ആസ്വദിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമസ്കാരം. എന്റെ ഉടയവൻ ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുത്ത് വന്നു. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കുന്നതാകും. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവർക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വായിച്ച വാക്യം അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം 23-24 വാക്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ ഉടയവൻ ഞാൻ സേവിച്ചു വരുന്നതായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ ഹല്ലേലൂയ നിൽക്കേണ്ടതാകും. നിന്നോടുകൂടി യാത്രയൊക്കെ ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. 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 ദൈവം ഈ സ്ഥലത്തുണ്ട്. യാക്കോബ് പറഞ്ഞു, ഞാനോ അതറിഞ്ഞില്ല. എന്നാൽ ദൈവസഭ തിരിച്ചറിയുകയാണ്, ദൈവജനം അത് തിരിച്ചറിയുകയാണ്. ദൈവ സാന്നിധ്യത്തിന്റെ കരം നിങ്ങളെ പിടിക്കും. നിങ്ങളെ ഒതുക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങും. ഇറങ്ങിയതിനു ശേഷം ആ ദുഃഖത്തെ അവൻ ഒടിച്ചു കളയും. ഹല്ലേലൂയ. നിങ്ങളെ അവൻ കരം പിടിച്ച് മുന്നോട്ട് നടത്തും. ഒതുക്കി വെക്കാൻ കഴിയത്തില്ല. ഒതുക്കി വെക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഒതുക്കി വെക്കുവാൻ കഴിയത്തില്ല. യാത്രകൾ തടസ്സം ചെയ്യുവാൻ പ്രതികൂലമാകുന്ന ഈശാനവരും കാറ്റ് പൗലോസിന് വിരോധമായി അടിക്കുമ്പോഴും അതിന്റെ നടുവിൽ സ്വർഗ്ഗം ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, സംഭവം നടന്നതിന് ശേഷമല്ല ദൂരം വരുന്നത്, സംഭവിക്കും മുമ്പേ ദൈവം നിന്നോട് പ്രാർത്ഥിക്കുന്നതിന് ഉറപ്പിക്കും. വന്നിട്ട് പറയും, നിനക്ക് ഒന്നും സംഭവിക്കത്തില്ല. കപ്പലുടയുമായിരിക്കും, എല്ലാം ചേരാമെന്ന് തോന്നുമായിരിക്കും. നിന്നോട് കൂടെയുള്ളവരെല്ലാം സുരക്ഷിതരാണ് എന്ന് ദൈവാത്മാവ് പറയുകയാണ്. നിന്റെ കുടുംബത്തെ ഒതുക്കാനാ ശത്രു എഴുന്നേറ്റത്, നിന്റെ ജീവിതത്തെ ഹാനിച്ച വേദന വരുത്തുവാൻ എഴുന്നേറ്റത്. എന്നാൽ സ്വർഗ്ഗം പറയുകയാണ്, നിന്റെ കുടുംബത്തിൽ ഒന്നിച്ചേ കഴിയത്തില്ല. നിന്റെ കൂടെയുള്ള നിന്റെ മക്കളായിരിക്കാം, നിന്റെ ഭാര്യയായിരിക്കാം, നിന്റെ ഭർത്താവ്, നിന്റെ കുഞ്ഞുങ്ങളുടെ മാതാവ് ബന്ധങ്ങളായിരിക്കാം. നീ പ്രാർത്ഥിച്ച് ആ കോട്ട കെട്ടിയ ഒരു വിശ്വാസ കൂട്ടമായിരിക്കുക, അല്ലെങ്കിൽ നിന്റെ കുടുംബക്കാരായിരിക്കാം. പക്ഷെ ദൈവം അവരുടെ നടുവിൽ ഒരു ദോഷവും തട്ടാവണ്ണം പരിപാലിക്കുന്ന ഇസ്രായേലിന്റെ പരിപാലകൻ നിന്റെ വിഷയത്തിൽ ഇറങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. ചിലരെ സ്വന്തമാക്കുവാനായി
ചിലർക്ക് സ്വാതന്ത്ര്യം വരുത്തുവാനായി ക്രിസ്തു നിങ്ങളെ സ്വന്തമാക്കിയാൽ അവൻ സാക്ഷാൽ സ്വതന്ത്രനാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലരെല്ലാം പുറത്തെടുക്കാൻ പോവുകയാണ്. ഒരിക്കലും പറയുന്നതിനകത്ത് പരിശുദ്ധാത്മാവും ദൂതന്മാരുമുണ്ട്. ചിലരൊക്കെ കത്തിച്ചെറിയുന്ന ഒരു ആത്മാവായി മാറാൻ പോവുകയാണ്. ആ പകരം ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, തീക്കെടുത്ത് വീണു. പക്ഷേ അവർ വീഴും മുമ്പേ അവനെ രക്ഷിക്കേണ്ട ഒരാൾ അതിനകത്തുണ്ടായിരുന്നു. നീ ഒരു പ്രശ്നത്തിൽ കുടുങ്ങും മുമ്പേ നിന്നെ കൊടുക്കാൻ നോക്കുന്നേ, പക്ഷെ ആ കുടുക്കിനകത്ത് കർത്താവ് ഉണ്ടാവും, അവിടെ ദൂതനുണ്ടാകും. അതാണ് ഈ പകൽ ഏറ്റവും വലിയ പ്രത്യേകത. എന്തിനാണ് ഇറങ്ങുന്നത്? നിന്നെ ഒതുക്കി കിട്ടുന്ന കെട്ടുകളെ തകർത്തെറിയാണ്. കെട്ടിയ കെട്ടുകൾ അവർ തകർത്തെറിയുന്നു. ഇസ്രായേൽ മക്കൾക്കെതിരെ ചില പരീക്ഷകൾ പോകാൻ പോവുകയാണ്. ആ പരീക്ഷകൾ മുൻനിരയിൽ വരുന്നു. വായിച്ചത് സംഖ്യാപുസ്തകം 23, സംഖ്യാപുസ്തകം 23 അധ്യായം അതിന് 23, 24 വാക്യം വായിക്കുമോ? ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. ഇപ്പോൾ യാക്കോബിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറയാവോ? എന്നെ പറയാവോ? ഇതാ ജനം സിംഹിയെ പോലെ എഴുന്നേൽക്കുന്നു. സിംഹിയെ പോലെ ചില ശത്രുവിന്റെ കോട്ടകളെ കണ്ടുകൊണ്ടിട്ട് ചില തകർക്കുന്നവരാക്കി നിങ്ങളെ മാറ്റാൻ പോവുകയാണ്. ഇന്നലെ വരെ എനിക്കൊന്നും സാധിച്ചില്ല, ഇന്നലെ എല്ലാം പ്രശ്നങ്ങളായിരുന്നു, ഒതുക്കുകയായിരുന്നു. എന്നാൽ ചില സിംഹികളെ എഴുന്നേൽക്കാൻ പോവാം. ജനം സിംഹികളെ പോലെ നിൽക്കുക. അടുത്ത ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുന്നു. ഒരു ഭയവും കൂടാതെ പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം ഒരു ബാലസിംഹം കടിച്ച് എന്ത് കിട്ടിയാലും പിടിച്ചടക്കുവാൻ തക്കവണ്ണം പ്രവർത്തന സജ്ജരായി നിൽക്കുന്നത് പോലെ ഏതു വില്ലൻ ശത്രുവിനെയും അല്ലെങ്കിൽ മൃഗത്തെയും കടത്തു തന്നെ ഇരയാക്കുവാൻ കാത്തു നിൽക്കുന്നത് പോലെ ചിലതിനെ കർത്താവ് അഭിഷേകം ചെയ്ത് ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ നിർത്തും. ചിലതിന്റെ മുമ്പിൽ നിർത്തും. അവരെ തകർക്കും, അവരെ തകർക്കും. ഒരു ഭാഗത്ത് ബാലസിംഹമെങ്കിൽ മറുഭാഗത്ത് സിംഹികളെ പോലെ എഴുന്നേൽക്കുക. അതിന്റെ പ്രത്യേകത എന്താ? അതിന് കുഞ്ഞിനെ ഇര പിടിച്ചിട്ടല്ലാതെ അത് മിണ്ടാതിരിക്കത്തില്ല. എവിടെ പോയാലും ശരി, എവിടെ ഒളിച്ചിരുന്നാലും ശരി, അതിനെ തകർത്തിട്ട് കൊണ്ടുവരും. ഇതുപോലെ ചിലതിനെ തകർത്തെടുക്കുവാൻ, ഒതുക്കുവാൻ, കണ്ടുപിടിച്ച് അവയെ മണം പിടിച്ച് തകർക്കുവാൻ വേണം ചിലതിന്റെ മേൽ വരുന്നുണ്ട്. രാജാവിനെ കയറുവാൻ വേണം. അതേ ഫലപ്രദമായ പെൺകുതിരകളെ വേർതിരിച്ച രഥത്തോട് കെട്ടുന്നത് പോലെ അവന്റെ സ്തോത്രം അവന് വേണ്ടി ഇടിവിക്കേറി പ്രാർത്ഥിക്കുന്ന ചിലരെ തമ്പുരാൻ ഒരുക്കിയെടുക്കുന്നുണ്ട്. ചിലരെ മുൻനിർത്തുവാൻ സിംഹിയാക്കി മാറ്റുന്നുണ്ട്. ചില ബാലസിംഹം എഴുന്നേൽക്കുന്നുണ്ട്. എന്താ പ്രത്യേകത? കുഞ്ഞിനെ എവിടെ എറിഞ്ഞാലും ശരി, എവിടെ നിർത്തിയാലും ശരി, നിന്നെ ഒതുക്കി കെട്ടുവാൻ പറ്റാത്ത നിലയിൽ ഒരാത്മാവിന്റെ ആക്കിയുണ്ടല്ലോ, അതവിടെ ഇറങ്ങി പോകുക. ആ തീയുണ്ടല്ലോ, അതവിടേക്ക് വീഴുക. നിനക്കെതിരെ പുതിയ തീയുണ്ടല്ലോ, അതെന്നെ പൊട്ടി മാറാൻ പോവുക. ആ വിചാരം യാക്കോബിന് കഴിയുകയില്ല. വചനത്തിന്റെ സംഗീതമോ അത് ഇറങ്ങുക. പണിച്ചു വാർക്കുന്ന ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. നീ അതിനാ വിശുദ്ധയെ പ്രാപിച്ചത്, നീ അതിനാ ദൈവസ്നേഹത്തിൽ വന്നത്, അതിനാ നീ ദൈവകൃപയിൽ ഏൽപ്പിച്ചു വന്നത്, അതിനാ നീ സ്നാനപ്പെട്ടത്, അതിനാ നീ വിശുദ്ധത്തിൽ നയിക്കുന്നത്. എന്തിനാ? ആ മകത്വം ഇതിന് ചലിക്കുവാൻ വേണ്ടി.
പോലും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നാം ചിന്തിക്കുന്നു എങ്ങനെ സംഭവിക്കും, എന്റെ ജീവിതമേ എന്താകും? ഇല്ലെങ്കിൽ സ്വർഗം പറയാം, ഞാൻ ചിലത് ചെയ്യാൻ പോവാം, ഞാൻ ചിലത് ചെയ്യാൻ പോവാം. 105 സംഗീതങ്ങളുടെ അതിന്റെ 18, 19, 20 വാക്യം വേഗത്തിൽ വായിച്ചു. എന്റെ അഭിഷേകന്മാരെ തൊടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുതെന്ന് പറഞ്ഞു. അവൻ ദേശത്ത് ഒരു ക്ഷാമം വരുത്തി അപ്പം എന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു. 105 സംഗീതം അതിന്റെ 18, 19, 20 വാക്യം വേഗത്തിൽ. യഹോവയുടെ വചനം നിവൃത്തിയാവുകയും യഹോവയുടെ വചനം നിവൃത്തിയാവുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരുത്തുകയും അവന് ശോധന വരുകയും ചെയ്യുവോളം അവർക്ക് അവന്റെ കാലുകളിലെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുക്കുകയും ചെയ്തു. വാക്കൊക്കെ നിവർത്തിക്കൊരു സമയമുണ്ട്. അതുവരെ അതിനു മുമ്പുള്ള സമയമാണ് ഈ ഒതുക്കൽ കെട്ടൽ പരിപാടി. വാക്കൊക്കെ കൊണ്ട് വെളിപ്പെട്ടിറങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഒതുക്കൽ കെട്ടൽ നടക്കത്തില്ല. ഇതാ പറഞ്ഞ ക്രിസ്തു സ്വതന്ത്രമാക്കിയ നീ സാക്ഷാ സ്വതന്ത്രമാണ്. നിന്നെ കെട്ടിയ കെട്ടുകളൊക്കെ അങ്ങ് പൊട്ടും. കെട്ടാൻ അവർക്കൊരു സമയം ഉണ്ടാകുന്നു. ശത്രുക്ക് മേശകാവേദിനെ പക്ഷേ അവൻ എറിഞ്ഞ സ്ഥലം കൊല്ലാത്തതായി പോയി. എന്നത് മനസ്സിലായോ? നിന്നെ എറിഞ്ഞൊതുക്കാൻ നോക്കുന്നത് ആ സ്ഥലത്ത് കർത്താവുണ്ടെങ്കിൽ നിന്റെ ആ വീഴ്ചയിലുണ്ടല്ലോ, നിന്റെ കെട്ടിൽ കൂടെ പൊട്ടി. അവന്മാർ കെട്ടിയതല്ല, നിന്നെ എവിടെയൊക്കെ ഏത് വർഷക്കാലം മുമ്പ് കെട്ടി ഒതുക്കി വെച്ചാലും ആ കെട്ടുകളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു തീ അവിടെ വെളിപ്പെടും. അതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. അതിനാണ് സകലർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു വന്നു. അടുത്ത വാക്യം വായിച്ചപ്പെടണം. രാജാവ് ആളെ അവരെ വിടുവിച്ചു. രാജാവ് ആളെ ചെങ്ങനെ വിടുവിച്ച്? ശത്രുക്ക് മേശകാവേദിനെ പുറത്തു വരികയാണ്. നിന്റെ ദൈവത്തെ അല്ലാതെ ഇനി മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ പാടില്ല. കേട്ടോ, പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, വ്യവസ്ഥയെന്ന് മാറ്റി സമഭൂമിയിൽ 60 മുഖവും വണ്ണമുള്ളൊരു 6 മുഖമുള്ളൊരു ബിംബത്തെ ഉണ്ടാക്കുക. 60 ഹൈറ്റുണ്ട്, 6 വണ്ണമുണ്ട്. ഇതിനെ സേവിപ്പാനാണ് രാജാവിന്റെ കൽപ്പന. ആ രാജാവ് ഇപ്പൊ പറയാ, പണം മുടക്കി ഇതെല്ലാം ഒരുക്കി വെച്ചോ. പറയാ, ശത്രുക്ക് മേശൻ അബേദ്നെഗോവിന്റെ ദൈവത്തെ സേവിച്ചാൽ മതി. അതാണ് രാജാവ് ആളയച്ചു. അവന്റെ ദൂതൻ അരമനയിരുന്ന കൊട്ടാരത്തിൽ രാജാക്കന്മാരെ വിട്ടു. എനിച്ചു പ്രഖ്യാപിക്കണം. ഇതുപോലെ ചില രാജാക്കന്മാർ പ്രഖ്യാപിക്കും. സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ വിശ്വം പരിശുദ്ധാത്മാവ് ഈ വരുന്ന 10 വർഷക്കാലം ശ്രദ്ധിച്ചു കേൾക്കുക. സഭയിൽ എഴുന്നേൽപ്പിന്റെ വർഷമാണ്. എഴുന്നേൽപ്പിന്റെ വർഷമാണ്. ഒരു ഉണർവിന്റെ സമയമെന്ന, വളർച്ചയുടെ സമയമെന്ന, ദൈവജനത്തെ ബലപ്പെടുത്തി ശക്തീകരിച്ച് ശുദ്ധീകരിച്ചെടുക്കുന്ന സമയമെന്ന, കൂട്ടമായി വിടുവിക്കപ്പെടുന്ന സമയമെന്ന. അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ദൈവത്തിൽ നിന്നെ ഒതുക്കാൻ അയച്ചു, ഒന്നിനും കഴിയത്തില്ല. നിന്നെ ഒതുക്കാൻ ഒന്നിനും കഴിയത്തില്ലെന്ന് ആത്മാവ് ചിലത് ചെയ്യുവാൻ പോവുകയാണ്. ആത്മാവ് നിന്റെ ജീവിതാവസ്ഥിതികളെ മാറ്റാൻ പോവുകയാണ്. എവിടെ നിന്നെ ഒതുക്കിയെന്ന് ശബ്ദത്തിന്റെ മേശത്തിന്റെ അബേദ്നെഗോവിന്റെ ജീവിതം തീർന്നു എന്ന് പറഞ്ഞു. അവിടെയാ അടുത്ത അധ്യായം ആരംഭിച്ചത്. ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ക്രൂശിച്ച പടയാളികൾ പറഞ്ഞു, നസ്രയത്തുകാരുടെ പരിപാടി തീർന്നു. അവിടെയാ ആരംഭിച്ചത്. അവിടെയാ അടുത്ത പരിപാടി ആരംഭിച്ചത്. ആ ഗുഹയിൽ ഒരേ ഒരുവനാണ് വീണതെങ്കിൽ 120 പേർ വീണു. അവിടെ ഭാര്യമാർ വീണു, അവിടെ മക്കളെ വീഴ്ത്തി. കുഞ്ഞേ, നിനക്കൊരിക്കുന്ന കൈയുണ്ടല്ലോ, അത് ഒരുക്കി വെച്ചവരും കൽപ്പിച്ചവരും അതിനകത്ത് വീഴുമെങ്കിൽ നിന്നെ പുറത്തെടുക്കുന്ന ആത്മാവിന്റെ തീയിറക്കും. അതാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് വേണ്ടി വെച്ച് നീ വീണു, നിനക്ക് ചില വേദനകൾ സംഭവിച്ചു. നിന്നെ ഒരു രാത്രിയെ ഒതുക്കാൻ പറ്റുള്ളൂ. നീ ഒരു രാത്രിയെ ഒതുക്കത്തുള്ളൂ. പക്ഷെ നിനക്ക് വേണ്ടി കൈവരിക്കണമല്ലോ. അവൻ പുറത്തു വരാതെ വേണം. അവൻ
ദിവസം പ്രഭാതം വന്നു. അതിനകത്ത് വീണവരുടെ എണ്ണം കണക്കില്ലായിരുന്നു. മനസ്സിലായോ? അതാ കൂട്ടിയവൻ കൂടെ വരുമെന്ന് പറഞ്ഞു. അവൻ വന്നിട്ടുണ്ടാക്കി തകർക്കിടനെ തകർക്കും, ഉടയ്ക്കും. നീ അതാ ഞാൻ കൊടുക്കൂടെ പറയുന്നത്, നീ ഒരു ദൈവമൈതനായി നിൽക്ക്. നിനക്ക് ദൈവമായിട്ടുള്ള ഒരായുധവും ഭരിക്കയില്ലേ. നമുക്ക് നല്ലവശാവകാശിക്കല്ലേ. 146 സംഗീതം 7 വാക്യം വായിച്ചു. സംഗീത പുസ്തകം 146 അത് 7 വാക്യം. യഹോവ തന്റെ ഭക്തന്മാരെ അഴിച്ചുവിടും. ഇന്ന് ചില ഭക്തന്മാരെ അഴിച്ചുവിടാൻ പോവുകയാണ്. അതാണ് ചില കെട്ടുകളുണ്ടല്ലോ, അഴിയാൻ പോവുക. ഓ, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ തീ ഇറങ്ങി കത്തിക്കുക. നിന്നെ ഒതുക്കി വയ്ക്കാൻ പറ്റത്തില്ല, ഒരിടത്തും നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. എവിടെ കൊണ്ട് തീരുമെന്ന് ശത്രു പറഞ്ഞുവോ അവിടെ നീ ഒരു പ്രശംസ വിഷയമായി തീരുന്നാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചിലപ്പോൾ യഹോവ തന്റെ ഭക്തന്മാരെ അഴിച്ചു വിടുന്നു. അടുത്ത് തീർന്നില്ല. യഹോവ കുരന്മാരെ കാഴ്ച കൊടുക്കുന്നു. ആത്മീയ കാഴ്ചപ്പാടിനകത്തെല്ലാം വെളിപ്പാടിൽ ദർശനത്തിൽ കയറിക്കൊണ്ടും നിങ്ങളൊരു കാഴ്ചപ്പാടിൽ പോകുകയാണ്. ഈ കണ്ണിന്റെ കാഴ്ചയല്ല പറഞ്ഞത്, ഹൃദയത്തിൽ പ്രകാശിക്കുന്ന കാഴ്ച. എലീശ കണ്ടത് രാജാവിന്റെ കൊട്ടാരത്തിൽ സൈന്യം ഇറങ്ങി ഇസ്രായേൽ പറയുന്നു. ഇസ്രായേൽ രാജാവിന് കൽപ്പന കൊടുക്കും, ഇന്ന ഭാഗത്തോടെ വരുന്നുണ്ട്, സൂക്ഷിച്ചോ എന്ന് പറയും. അവിടെ പോകും, പണി മാറിപ്പോകും. ഇങ്ങനെ ചിലരുടെ കണ്ണുകളെ തുറക്കാൻ പോവുകയാണ്. എവിടെന്നാ പൊങ്ങിയത്? ആരാ ഈ കുഴപ്പത്തിന് കാരണമായിരിക്കുന്നത്? ഇത് കാണുവാൻ നിങ്ങളുടെ കണ്ണുകളെ കർത്താവ് തുറക്കാൻ പോവുകയാണ്. അവൻ ചിലർക്ക് കുഴന്മാർ കാഴ്ചവെടുക്കുകയാണ്. ഈട്ടിയിൽ വലിയൊരു വെളിച്ചം കണ്ടതുപോലെ, ആടുകളെ മേച്ചുകൊണ്ടിരുന്നവർ വെളിച്ചം കണ്ടതുപോലെ അവർ ആദ്യം ഭയപ്പെട്ടു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒരു അത്ഭുതം നടന്നിരിക്കുന്നു. എവിടെ? നമുക്ക് വേണ്ടി ഒരു മകൻ ജനിച്ചിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി. ജനിച്ച ആളാര്? അവൻ അത്ഭുതമന്ത്രി, ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. ആ സമാധാനത്തിന്റെ പ്രഭു ഉണ്ടല്ലോ, ഇന്ന് പകലിനകത്ത് വന്നിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. ചിലരെ കാണിച്ചു വിടുവാൻ അവന്റെ ഭക്തന്മാരെ കെട്ടുകളെ അവൻ പൊട്ടിക്കും. ചിലർ ചിന്തിക്കുന്നു ഒന്ന് മാറുമ്പോ ഒന്ന്, അത് മാറുമ്പോൾ മറ്റൊന്ന്. ഒരു പ്രശ്നത്തിൽ നിന്ന് കയറുമ്പോൾ അടുത്തൊരു പ്രശ്നം. എന്താ കർത്താവ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുക? എന്റെ കാലത്തിന് ഇങ്ങനെയൊക്കെ ആയിരിക്കും. നിങ്ങൾ കേട്ടായിരുന്നു, ഇങ്ങനെ ദീർഘശ്വാസം മാത്രമായി മാറുകയാണ്. ഇല്ല കേട്ടോ, അവൻ കാലത്തിന് പൊട്ടിക്കാൻ പോവാ, ചില ഉടച്ചെറിയാൻ പോവാ, ചിലയൊക്കെ റൂട്ടുകളെ തകർക്കാൻ പോവാ. ചിലതിന്റെ റൂട്ടുകളെ കർത്താവിനെ സാധുവാക്കാൻ പോവാ. തമ്പുരാൻ ചില പുതിയ റൂട്ടുകൾ നിനക്ക് വേണ്ടി തുറക്കാൻ പോവാ. ഇന്നലെ അധ്യായങ്ങളെ മാറ്റിമറിക്കാൻ പോവുക. ഇന്നലെ സ്ഥാനിച്ചു പോയ ചിലരെ മാറ്റിയിട്ട് പുതിയത് ചിലർ എളിപ്പിക്കാൻ പോവുക. പുതിയത് നിനക്ക് വേണ്ടി പുതിയ പാതകൾ തുറക്കാൻ പോവുക. നിന്നെ ഒതുക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നെ ഒതുക്കിയ ശക്തികളെ ഒതുക്കുന്ന ഒരു അഭിഷേകം നിങ്ങളെ വീഴുമെന്ന് സ്വന്തമായിട്ട് പറയുക. മനസ്സിലായില്ല? ഹലോ, നിങ്ങളെ ഒതുക്കി വെച്ചില്ലേ? അവിടെ നിങ്ങളെ പുറത്ത് വിൽക്കാൻ അഭിഷേകം വീഴുമെന്ന്. അതാ അവനവന്റെ ഭക്തന്മാരെ കെട്ടുകളെ പൊട്ടിക്കുന്ന പരിപാടി. അഭിഷേകം പറയുമ്പോൾ കെട്ടൊക്കെ പൊക്കും, ഭയമെന്ന അനുഭവമൊക്കെ മാറും, നിരാശയൊക്കെ നീങ്ങും, നിന്നെയെല്ലാം മാറിപ്പോകും. സ്വർഗം ഇങ്ങനെ പുറത്തു കൊണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ. കർത്താവിന്റെ പരിപാടിയാണ്. ഒരിക്കൽ ഈ കർത്താവിന്റെ അഭിഷേകന്മാരെ, കാരണം പുതിയ ശുശ്രൂഷ ആരംഭിച്ചപ്പോ കണ്ണിൽ വന്നിരുന്ന രാജാക്കന്മാർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ പ്രശ്നം ഇന്ന് പറഞ്ഞതല്ലേ, നമ്മുടെ ഇപ്പോൾ നമുക്ക് മാത്രം പ്രശ്നം. നിങ്ങൾക്കൊക്കെ ഈ പ്രശ്നം വരുന്നുവേ. നമുക്ക് മുമ്പിലോടി എല്ലാ ഭക്തന്മാർക്കും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അവർ ഭയങ്കരമായി വേദന കൂടി കടന്നു പോകേണ്ടി വന്നു. അവർ ഭയങ്കരമായി തകർക്കപ്പെടുന്ന അനുഭവം കൂടി
അനുഭവിക്കേണ്ടി വന്നു. അവൻ അനുഭവിക്കേണ്ടി വന്നു. നമുക്ക് നോക്കാം അപ്പോസ്തലർ 5-ാം അധ്യായത്തെ ആ 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിലേക്ക് എത്തുമ്പോ വായിച്ചോ. രാത്രിയിലോ കാരാഗൃഹ വാതിൽ തുറന്നു കണ്ടോ? അവന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പറയുകയല്ല. എവിടെ ഒതുക്കാൻ നിൽക്കുമോ സ്വർഗം പറയുകയാണ്. ഭൂതനിറങ്ങി അകത്ത് കിടന്നവരെ പുറത്തു വന്നിട്ട് ഈ ജീവന്റെ വചനം പോയി നീ പ്രസംഗിക്കും. കണ്ടോ? യഹോവയെ പറ്റുവെച്ച് ചുമ്മാതെ ഇറങ്ങുമെന്ന് പറയല്ല, അവനെ പിടിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവൻ പുറത്തു വായിച്ചു വാക്യം. രാത്രിയിലോ ഇതാ എല്ലാവരും ഉറങ്ങട്ടെ, നീ ഉറങ്ങരുത്, നീ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിച്ചാണല്ലോ ചിലരൊക്കെ ഉറങ്ങും ചില മേഖലകളിൽ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഉറങ്ങുന്നവരെ ഉറങ്ങിക്കോട്ടെ, മദ്യപിക്കുന്നവർ മദ്യപിക്കട്ടെ, പകലുള്ളവർ ജോലി ചെയ്യാറുണ്ടല്ലോ. ഒരു പ്രവൃത്തി വെളിപ്പെടും, ഒരു പ്രവൃത്തി വെളിപ്പെടും, ഒരു പ്രവൃത്തി വെളിപ്പെടും. ഒരു രാത്രി വരുന്നുണ്ട്, നിന്നെ ഒതുക്കാൻ പത്രിയിട്ട രാത്രി എന്ന് പറയുകയും. പക്ഷേ അവൻ പ്രകാരം നോക്കുമ്പോ നിന്നെ ഒതുക്കിയതല്ല കാണുന്നത്, നിന്നെ ആ ദേശത്തെ കാണത്തില്ല. നിന്റെ നോക്കും അന്വേഷിക്കും, അങ്ങ് നിന്ന് പ്രസംഗിക്കണം. ഇപ്പോ രാജാവ് വേറെയൊക്കെ പറഞ്ഞു കെട്ടി വെച്ച് ഒതുക്കി, പക്ഷെ നോക്കുമ്പോ കാണാം ആ അപ്പോസ്തലന്മാർ അങ്ങ് പ്രസംഗിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രശ്നമില്ല. അതാ പറഞ്ഞത്, അവർ സിംഹിയെ പോലെ നിൽക്കും, അവർ ബാലസിംഹത്തെ പോലെ നിൽക്കും, തീക്കകത്ത് പോലെ നിൽക്കും, കാരാഗൃഹത്തിൽ നിന്ന് നിൽക്കാം, സിംഹക്കുഴിയിൽ നിന്ന് താഴെ എണീറ്റ് വരും. അവൻ പ്രാർത്ഥിക്കുന്നവന് നേരെ പോകുന്നതൊന്നും ഇരിക്കത്തില്ലെന്നേ. പ്രശ്നം എത്ര ഉയർന്നാലും പ്രാർത്ഥന നിർത്ത്. രേഖ എഴുതിയിരിക്കുന്നു. ഇപ്പോഴും കിളിവാതിൽ തുറന്നു വെച്ച ആര് പ്രാർത്ഥിച്ചത്? ദാനിയേൽ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിക്കുന്നവനെ ഒതുക്കാൻ പറ്റത്തില്ല. പൗലോസും ശീലാസും ആ ശരീരം മുഴുവനും മുറിവേറ്റതാണ്, പക്ഷെ അവിടെ പ്രാർത്ഥന നിർത്തിയില്ല. ഈ മുറിവും ശരീരത്തിലുണ്ടായ വേദനയും അടിയും തൊടിയും ഈ ഭൗതിക ശരീരത്തിന് വേദന ഉണ്ടാക്കി. പക്ഷെ ആത്മാവിന് വേദന അറിയാമോ? ദൈവം പറഞ്ഞത് ഈ കെട്ടുകളെ അടിച്ചു പുറത്തുകൊണ്ടുവരാന്ന, അനേകരെ വിടുവിക്കാമെന്ന വാഗ്ദത്തങ്ങൾ കിടപ്പുണ്ട്. വാഗ്ദത്തത്തിന് എതിരായിട്ട് ഒതുക്കാൻ അടിച്ച ചങ്ങല ഇതാണ് യോസേഫിന്റെ കാലിൽ വിലങ്ങ് വെച്ചത്. ഇതാണ് അവരെ കൈകാലിൽ ആവത്തിലിട്ടത്. ഇതാ അവന്റെ അഭിഷക്തമായ കൂട്ടമായി അത് ചെയ്യുമ്പോ കാരാഗൃഹത്തിൽ പുറത്തുകൊണ്ടത് തീരണമെങ്കിൽ ദൈവ പൈതലേ, നിന്റെ വിഷയത്തിന് മേൽ തീരാൻ പോകുന്നില്ല. നിന്നെ ഒതുക്കിയ നിന്റെ തൊഴിൽ പാതയെ, നിന്റെ പഠന മേഖലയെ, നിന്റെ ഭാവിയെല്ലാം ഒതുക്കിയ മേഖലകളുണ്ടല്ലോ. ചില കുടുംബങ്ങൾ ഈ വിഷയങ്ങളിൽ കരയുക. 1, 2, 3 കുടുംബം തന്നെ പഠിച്ചു പോയി തൊഴിലില്ല, പഠിച്ചു പോയി നല്ല അനുഭവമില്ല, പഠിച്ചു കുടുംബത്തിൽ പ്രവേശിച്ചു എല്ലാം ഉടനെ വാർത്തകൾ പറയാ. പഠിച്ചോ പഠിത്തോണ്ടോ പിന്നെ പഠിത്തോണ്ടേ വാർത്തകളോ എല്ലാം ഉണ്ടെന്നേ. പക്ഷെ കാണുന്നതോ കേൾക്കുന്നതോ അനുഭവിക്കുന്നതും കണ്ണീര് മാത്രമാണെങ്കിൽ നിന്റെ കണ്ണീർ കുടയ്ക്കുന്ന ഒരുവൻ നിന്റെ വാക്കത്തിന് തലമുറ വാക്കത്തെ മെഗനെ പോരടിക്കുന്ന ചിലതിനെ ഉടച്ചറിഞ്ഞിട്ട അവരെ പുറത്തുകൊണ്ടുവരുന്നത് മനസ്സിലാകുന്നതിന് സ്വാതന്ത്ര്യം. കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ആരോഗ്യ വീണ്ടും പറയുകയാണ്, നീ ചിന്തിക്കണം എന്നെ കുറിച്ചാണോ? അതെ, നിന്നെ കുറിച്ച് തന്നെയാണ് ആത്മാവ് സംസാരിക്കുന്നത്. നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാറുണ്ടല്ലോ, നിന്നെ കരം പിടിച്ച് പുറത്തോട്ട് വരും. നീന്റെ ഒന്ന് കൊടുത്താൽ പുറത്തോട്ട് വരും. സമയം വൈകിട്ടില്ല. ഇത് ന്യായീകരണത്തിന്റെ നാളുകളാണ്. അപ്പോസ്തലർ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് പോകാം. പിന്നെ നോക്കാം, നമുക്ക് നോക്കാം. അതിന്റെ 26-ാം വാക്യം വായിച്ചോ. അപ്പോസ്തലർ 16:26. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി, കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. പറഞ്ഞത് അവരെ പറഞ്ഞ പൊടി പറഞ്ഞത് നീ എഴുന്നേൽക്കത്തില്ലെന്ന്. എഴുന്നേൽപ്പിക്കാൻ ഒരു തമ്പുരാനുണ്ട്.
പ്രത്യേക കാവസംഘങ്ങളെ കൊടുത്തവൻ അകത്താക്കിയിട്ട് കൂട്ടി പരിപാടി വെച്ചു. ആ മനുഷ്യൻ എങ്ങനെയാണ്? അവൻ എത്രത്തോളം അകത്താക്കാൻ പറ്റുമോ അത്രത്തോളം അകത്താക്കും. ലോകത്തിന്റെ പ്രഭുവാൻ ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു. അവൻ എന്നോട് ഒരു കാര്യം കർത്താവ് പറയില്ലേ, അവൻ എങ്ങനെയെങ്കിലും എത്രത്തോളം ഒതുക്കാമോ അത്രത്തോളം എന്ന കൽപ്പാക്കിയിട്ട് സ്വർഗത്തിലെ ജീവന്റെ അപ്പമായ കർത്താവിനെ അവർ തകർത്തു. പക്ഷേ വചനം തെളിവെച്ചു, അവന്റെ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞു പോകുകയില്ല. അവനെ ഗോൽഗോഥ മലയുടെ മുകളിൽ കൊണ്ടുപോയി ക്രൂശിച്ചു. അവിടേക്ക് എത്തുമ്പോ എല്ലാവരുടെയും കാലുകൾ ഒടിക്കുക. യേശുവിന്റെ കാല് ഒടിക്കാൻ വന്നു. പക്ഷേ അവന്റെ കയ്യിൽ നിന്ന് കുന്തമുണ്ടല്ലോ, വിലാപ്പുറത്ത് കുത്തിക്കിടത്തി. അപ്പോഴും അസ്ഥി ഒടിഞ്ഞു പോയില്ല. കാരണം അവൻ അതിനു മുമ്പേ മരിച്ചിരുന്നു. അവൻ മരിച്ചതല്ല, ആത്മാവിനെ കൈമാറി. എന്റെ പിതാവേ, സകലവും നിവർത്തിയായി പറഞ്ഞു തല ചായ്ച്ചു ആത്മാവിനെ കൈമാറി. കണ്ടോ, അതാ പറയുന്നത്. മുകളിൽ ഒരു ആത്മാവ് ഇറങ്ങി രക്ഷിക്കപ്പെട്ടപ്പോ അകത്ത് വന്നിരിക്കുകയാണ്. ഈ മൺകൂടാരമുണ്ടല്ലോ, ഇതങ്ങ് പൊളിഞ്ഞു പോകും. പക്ഷെ ഈ ആത്മാവ് തന്നവന്റെ അടുക്കൽ നീയും കൈമാറേണ്ടതാ, നീയും ഞാനും. മനസ്സിലായില്ല. അത് നയ്യന്റെ അടുക്കലേക്ക് പറന്നു പോകണം. ഒരാത്മജീവിയായി ഭൂമിയിൽ ക്രിസ്തുവായി. അതാണ് കൂടെ പറയുന്നത്. തേജസ്സിന്റെ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിന്റെ അതേ പ്രതിമയായി നീ അവിടെ തിളങ്ങേണ്ട വ്യക്തിയാണ്. നീ ഇവിടത്തെ ആളല്ലേ. ഇവിടത്തെ ആടി മണ്ണുകൊണ്ട് ഒതുക്കുവാൻ ഒരുപക്ഷെ ലോകത്തിന് കഴിയും. അതുകൊണ്ട് യേശു ദേഹത്തെ കൊന്നിട്ട ദേഹിയെ ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നീ ഭയപ്പെടരുത്. ഈ ദേഹത്തെ കൊല്ലാൻ കഴിയും. അകത്ത് ദേഹിയിൽ ഒരു ആത്മാവ് വസിപ്പുണ്ട്. ഈ ആത്മാവ് നൽകിയവരിൽ പറന്നു പോകുവാൻ പക്വത പ്രാപിക്കുകയാണ്. അതുകൊണ്ട് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞ 2 പദങ്ങളുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ലേ. ഇതാ പൂർണ്ണ നിശ്ചയത്തോടെ അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞത് ആ എഴുന്നേറ്റ് നടക്കുകയെന്ന്. നടന്നെങ്കിൽ നിന്റെ വാക്കുകൾ ടീച്ചർ അധികാരം വെളിപ്പെടാൻ സമയമായി. ഇന്നലെ നീ കൽപ്പിച്ചു, ഇന്നലെ നീ ശാസിച്ചു, ഒന്നും നടന്നില്ലെങ്കിൽ ചിലർക്ക് വെളിപ്പെടാൻ സമയമായി. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഇന്ന് പകൽക്കാലം ഒരു അധികാരം ചിലരിൽ വരാൻ പോവുക. ഇന്നലെ വരെ വിളിയുണ്ട് തെരഞ്ഞെടുപ്പ് പറഞ്ഞുകൊടുക്കില്ലേ. ഇതൊന്നും വെളിപ്പെടാതെ പോയ സ്ഥലത്ത് ചിലത് വെളിപ്പെടുത്തുന്നതിനെ ഇറങ്ങാൻ പോകുകയെന്ന്. നാളെയല്ല ഇന്ന് പകലിൽ ദൈവം ചിലത് നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, തലമുറ അനുഭവിക്കുന്ന ഒരു ആത്മാവിന്റെ ഉറവേണ്ടല്ലോ, അത് നിന്നിൽ നിന്ന് പുറപ്പെടാൻ പോവുക. അതുകൊണ്ട് യേശു എന്നിൽ വിശ്വസിച്ച് ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലം ഒഴുകുമെന്ന്. അതുകൊണ്ടാണ് അവൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയെ പറഞ്ഞു. 34 സങ്കീർത്തനം വായിച്ചു. അവനെ ശരണപ്രാപിച്ച ഭാഗ്യമാണ്. യഹോവ നല്ലവൻ എന്ന് അറിയാൻ പോകുന്നത്. ഇന്നലെ വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്. ഒരു ശുശ്രൂഷ കേട്ട് കാണും, ഒരു ആത്മനിയോഗമുണ്ട്, ജയമുണ്ടെന്ന് കേട്ട് കാണും. പ്രാർത്ഥിച്ചതൊന്നും കാണാൻ പറ്റില്ലായിരിക്കാം. നീ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ചില പൊട്ടിക്കാൻ പോവാ. ഇവിടെ ഇരിക്കുമ്പോൾ നിന്നെ വിളിച്ച വെളിയുടെ തേജസ് വെളിപ്പെടാൻ പോവാ. ചിലർ അനുഭവിച്ചറിയാതെ വിടത്തില്ല. ഇതിനകത്ത് പുറത്തു പോകുമ്പോൾ ചിലതിലേക്ക് മേടിച്ചത് കർത്താവ് കൽപ്പിച്ചാണ്. ചില കുടുംബങ്ങളെ ചിലരെ ഇറങ്ങി ഓടും. ആര് ഓടിക്കുക ദുഃഖന്മാർ ഓടിപ്പോകുന്നാണേ നിന്നെ ഇന്ന് ദൈവം അനുഗ്രഹിക്കും. യോശുവ ഞാൻ നിന്നെ നാളെ വലിയവനാക്കാൻ പോവുകയാണ്. ഇതൊക്കെ ആത്മാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കർത്താവ് ചിലർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കും മനസ്സിലായി കർത്താവ് വേഗത്തിൽ ചെയ്തെടുക്കാൻ പോവുകയാണ്. വേഗത്തിൽ തനിക്ക് വേണ്ടി ഒരു സേനയെ എഴുന്നേൽപ്പിക്കുവാൻ സമയമായി എന്നുള്ള കാര്യം എനിക്കറിയാം. ഹല്ലേലൂയ.
വേണ്ടി തലവെക്കിയാൽ പഴുതിരിക്കുകയാണ്. വൈദ്യനായിക്കളെ വേലക്കാരെ എതിർപ്പിന്റെ കാലമായെന്നറിയാം. ഇന്നലെ വരെ അസ്ഥാനിച്ചു പോയ ചിലതിനെ ഇന്നലെ വരെ ഒന്നും ചെയ്യുവാൻ കഴിയാതെ സ്തോത്രം ഹല്ലേലൂയ അതേ കടന്നുപോയ മേഖലയിൽ ചിലരെ പിടിച്ചുകൊണ്ടുവരുവാൻ സമയമായവനെ മീൻ പിടിച്ച് മടിയന്മാരായി അതേ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു നിരാശ പിടിച്ചു കിടന്ന ചിലരെ പിടിച്ചുകൊണ്ടുവരണ്ട അപ്പോസ്തലന്മാരാക്കിയ കർത്താവ് ഹല്ലേലൂയ നിന്റെ ജീവിതത്തെ കൊണ്ടുവരികയാണല്ലോ. നിന്റെ ജീവിത തലം ഒന്ന് മാറാൻ പോവുക. മനസ്സിലാകുന്നുണ്ടോ? നിരാശരാകട്ടെ കുടുംബത്തെ പോറ്റുവാൻ വഴിയില്ല, വകയില്ല. രാത്രിയോട് അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. എന്താണ് ശിഷ്യന്മാർക്ക് പറയുന്നത്? പക്ഷേ അവർക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അവരെ കുടുംബക്കാരെ ഓർത്തപ്പോൾ നിരാശ അങ്ങനെ ഭാരപ്പെട്ട് നിൽക്കുക. അപ്പോൾ ഒരു വാക്കിലുണ്ടോ പടകിന്റെ വലഭാഗത്തു വലവീശമേ. അവന്റെ വാക്കിന് വില വയ്ക്കുമ്പോൾ പെരുത്തകൂട്ടം കയറിയതുപോലെ ചില വലകളിൽ പെരുത്തകൂട്ടം കയറുന്ന സമയമായി. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം. പെരുത്തകൂട്ടം കയറുന്ന സമയമായി. ആ കീറി വന്നിട്ടും വല കീറിയില്ല. കാരണം മീനകത്ത് കയറ്റാൻ കഴിയുമെങ്കിൽ അത് ചാടി പോകാതെ സൂക്ഷിക്കേണ്ടത് തമ്പുരാന്റെ ജോലിയാണ്. ചില മീനുകൾ കയറി ഇന്നലെ വരെ പോയി കാണും. പത്രോസിന്റെ വലയുന്നു സ്വർഗം പറയുന്നു എന്റെ കൽപ്പനയാച്ചത് കയറും, അതൊരിക്കലും പോകത്തില്ല. അത് ചേർന്ന് നിൽക്കുമെന്ന്, അത് ചേർന്ന് വളരുമെന്ന്, ഇടകൂർന്ന് വളരുമെന്ന്. ഞാൻ ഓളയും ഒടിഞ്ഞു പോയെടുത്ത ചതഞ്ഞ ഓളയെ ഒടിക്കാത്തവൻ പുതിയ തീയെ എടുക്കാത്തവൻ പറയുക അത് ചേർന്ന് നിൽക്കുമെന്ന്. അപ്പം ചെറിയ എഴുതിയ സമയമായി കേട്ടോ. നിന്റെ ജീവിത അനുഭവങ്ങളൊക്കെ മാറി മറിക്കുമോ? മാറ്റി മറിക്കും. അപ്പോൾ അതിനെ ഒട്ടത് ഒരിക്കൽ വായിച്ചു വാക്യം. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിളിക്കുന്നു. യഹോവ നല്ലവനെന്ന് തിരിച്ചറിഞ്ഞ് അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ശരണം 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 യേശു നായക നീയേ ശരണം. പാപവും ശാപവും ഏറെ പെരുകിലും നീയേ ശരണം എന്നെന്നും ശരണം. യേശു നായക നീയേ ശരണം. നീ പിടിച്ചത് കർത്താവിന്റെ സാന്നിധ്യമാണെങ്കിൽ, നീ ശരണപ്പെട്ടത്, നീ സമർപ്പിച്ചത്, നീ ഏൽപ്പിച്ചത്, നീ കരഞ്ഞത് അവന്റെ പാദപീഠത്തിലാണെങ്കിൽ, നീ സമർപ്പിച്ചപ്പോ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നീ ഓർമ്മ രാത്രി ഉറങ്ങും അല്ലെ? നിന്റെ കർത്തവ്യം നീ ചിന്തിച്ച് നേരിടുകയാണ്. പക്ഷേ ആ സമയത്ത് കരഞ്ഞ സമർപ്പിത ഭക്തന്മാർക്ക് വേണ്ടി ദൂരമാണ്. നീ പോലും അറിയത്തില്ല. ദൂരമായി വെട്ടതിനെ വെട്ടും, തോടേണ്ടതിനെ തോന്നും, ഒരുക്കേണ്ടതിനെ ഒരുക്കും. നിനക്ക് ഒരു കുരുക്കിന്റെ എല്ലാ കുരുക്കളും കത്തിച്ചെറിയും. നീ പോലും അറിയത്തില്ല. നീ പ്രഭാതത്തിൽ ഉണർന്നു വരുമ്പോ നീ കാണുന്നത് അറിയാമോ? കാളിയെ സൂര്യൻ ഉദിച്ചു വരുന്ന കിരണങ്ങളാ. നിന്റെ ജീവിതം ഇതുപോലെ തേജസ്സുമായി മാറാൻ പോവുകയാണ്. ദൈവാത്മാവിന് അങ്ങനെ പറയുക. നീ പ്രഭാത സൂര്യൻ ഉദിച്ച തേജസ് കിഴക്കുതിക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുവാൻ കാൽ വെമ്പലോടെ യാത്ര ചെയ്യുന്ന പോലെ തമ്പുരാന് വേണ്ടി നീ ചിലത് ചെയ്യുവാൻ തക്കവണ്ണം നിന്നെ ഒരുക്കിയെടുക്കുന്ന ഒരു സാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. ഒരിക്കൽ ഏലിയാവുന്ന ഭക്തൻ ചുവരച്ചിട്ട് നടന്ന് കിടന്നുറങ്ങിയായിരുന്നു. ഈ മനുഷ്യന് വേണ്ടി 1 രാജാ 19 പോകുന്നല്ലേ ചൂടപ്പവും ദാഹജലവും എഴുന്നേറ്റ് തിന്നാൻ കുടിച്ചോളാൻ പറഞ്ഞു. കാരണം 19 അഞ്ചോ വായിച്ച് കിടന്നുറങ്ങുമ്പോ
കർത്താവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? വിശക്കുമ്പോ ആഹാരം തരും. അതാ പറയാ, ഉറങ്ങുമ്പോഴേ ദൂരെ ഇറങ്ങും. ചുമ്മാ അറിയല്ല. ഇപ്പൊ ദൂരെ കണ്ടവர்கள் ചുമ്മാ ചൂട് പറഞ്ഞ് ഉറങ്ങുക. ശരിയല്ലേ? യഹോവയുടെ പറ്റൻ താളം ഉറങ്ങുക. അതാ ഞാൻ പറഞ്ഞത്. നിരാശിച്ചോ, എന്തൊക്കെയോ ചിന്തിച്ചോ, മറ്റെല്ലാം ഉറങ്ങുന്നുണ്ട് അല്ലേ? പക്ഷേ രാത്രി വരുന്നുണ്ട്. നിങ്ങൾ നോക്കാൻ ഒരാളിനെ അന്വേഷിച്ച് വരുന്നുണ്ട്. നീ ചിന്തിച്ച നീ കണ്ട ആളുകളല്ല. പിന്നെയോ യഹോവയുടെ അംബാസഡർ ദൂരമിറങ്ങും. യഹോവയ്ക്ക് പകരം അവന് വേണ്ടി തന്റെ മക്കളെ സഹായിപ്പാൻ സേവാത്മാക്കളെ ദൂരന്മാരെ വെച്ചിട്ടുണ്ട്. ഇതാണ് എബ്രായർ 1:14 പറയുന്നത്. അവർ നിന്റെ സേവാത്മാക്കളെയോ. ഏലിയാവിനെ സൂക്ഷിക്കാൻ വെച്ച ദൂരൻ രാത്രി എത്തിയിരുന്നോ ഭക്തന് വിശപ്പെട്ടെന്ന് മനസ്സിലാക്കി അവൻ ആഹാരവും കുരുത്തിയിൽ വെള്ളവുമായിട്ട് വന്നിരിക്കുക. മരുഭൂമിയിൽ ആഹാരമില്ല, വെള്ളമില്ല. പക്ഷേ അവന് വേണ്ടത് കൊണ്ടുവരുന്നുണ്ട് ദൂരന്മാർ. നിന്റെ ആവശ്യമൊന്നും മുടക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. നിന്റെ ആവശ്യമൊന്നും മുടക്കത്തില്ല. നീ ഒരു ലോകമൈതരായി ജീവിച്ചപ്പോൾ നിനക്ക് എല്ലാ കൂട്ടുകാരും പ്രിയം സ്നേഹിതരും നീ ചെല്ലുന്നതെല്ലാം ആഹാരവും കുണ്ടടിയും ഉണയും പറഞ്ഞിട്ടെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നിരുന്നേക്കാം. പോട്ടെ, ഇവിടെ കൂടെ കയറി പോയതാണ്. ചില കുട്ടികളൊക്കെ കാണുന്നത് പറയാനോ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കില്ലല്ലോ. നമ്മുടെ ലക്ഷ്യം ഒരു സാധനമാണ്. പക്ഷെ ഈ പോയ യാത്രയിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടില്ലേ? അതുപോലെ കണ്ടതൊന്നും കയറി വന്നത്. അപ്പൊ ഇതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടന്നു പോകും. പക്ഷേ അവിടെ എത്തിയപ്പോൾ കാണൊന്നുമില്ല. പറഞ്ഞ് ചില സമയങ്ങളിൽ ചില വീടുകളിൽ അങ്ങനെയാകും, ഒന്നുമില്ലാതെ പോകും. ഇപ്പോഴാണ് സാമ്പത്തിക കാലഘട്ടം. അമ്മച്ചിമാരും അപ്പച്ചന്മാരും പൊട്ടിക്കരഞ്ഞതാ. ഭക്തന്മാർ തിന്നാതെ കുടിക്കാതെ വന്നിരുന്ന വീടുകളിൽ കരഞ്ഞു, ദേശത്തിൽ കരഞ്ഞു. കർത്താവേ, പുഷ്ടി ഉണ്ടാകണം, സമൃദ്ധി ഉണ്ടാകണം. നടുവിൽ നിൽപ്പാൻ കൃപയുണ്ടാകുന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. തലമുറ എഴുതുമ്പോൾ കരയാൻ തുടങ്ങി. അങ്ങനെ തലമുറയ്ക്ക് എനിക്ക് ഉണ്ടായ കഷ്ടം എന്റെ മക്കൾക്കുണ്ടാകുന്ന അമ്മയപ്പന്മാർ കരയാൻ തുടങ്ങി. അങ്ങനെ തിന്നാനും കുടിക്കാനൊക്കെ സമൃദ്ധിയൊക്കെ തന്നപ്പോ മറന്നുപോയോ എന്ന് അറിയത്തില്ല. എനിക്കും അറിയത്തില്ല. ലഭിക്കാത്തൊന്നും ഞാൻ പറയുന്നില്ല എന്ന് വിട്ടു. പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാര്യം പറഞ്ഞത്. ഈ ചില ആളുകൾ വയറിറങ്ങിയിട്ട് ഉറങ്ങണം. ഉച്ചയ്ക്ക് പണിയെടുക്കുന്നവർ അവരെന്തെങ്കിലും കഴിച്ചില്ല, ചെന്ന് കിടക്കുന്നറിയ. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തട്ടി നോക്കി അവരുടെ ഭയങ്കര ആത്മപുരുഷയിൽ പ്രാർത്ഥിക്കുന്നേക്കാം. കേൾക്കാത്തൊന്നും പറഞ്ഞിട്ട് കൂലിപ്പണിക്കാർ അല്പമോ അധികമോ കഴിച്ചാലും ഉറക്ക സുഖം കഴിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു. ഞാൻ വേറെ പറഞ്ഞല്ലേ, മനസ്സിലായില്ല. അവന് ക്ഷീണം കൊണ്ട് ഉറങ്ങുക. പക്ഷെ നിമിഷങ്ങൾ കഴിയുമ്പോൾ എനിക്ക് വീണ്ടും അധ്വാനിക്കുകയാണ്. ഇങ്ങനെ കർത്താവിന് വേണ്ടി അധ്വാനിച്ചവർ ഉറങ്ങുക. ചുമലിൽ ഇവർ വേണ്ടി പൊന്തിയിരിക്കുക. മുകളിൽ നിന്ന് ആഹാരം വന്നിരിക്കുക. ഒരു വായിച്ച ഭാഗം കിടന്നുറങ്ങി. പെട്ടെന്ന് ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവനെ നോക്കിയപ്പോ കണ്ടോ, ഇവന്റെ വിശപ്പിനുള്ളത്, ഇവന്റെ ദാഹത്തിനുള്ളത് അവിടെ വന്നിരുന്നു. ഇതാ പറഞ്ഞത്, യഹോവയുടെ കാലുകൾ ദൂരമാറ്റി പാടയോടെ വരികയല്ല, നിനക്ക് വേണ്ടത് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഉറക്കത്തിൽ കൊടുക്കുന്നതാണ്. ഉറങ്ങിക്കിടന്നാലും തട്ടി കൊടുത്തി തരും. പ്രാർത്ഥിക്കുന്ന ഉറങ്ങിപ്പോയാലും മയങ്ങിപ്പോയാലും നിന്നെ വിളിച്ചുണർത്തി കൊണ്ടുപോകും. മനസ്സിലായില്ല പറഞ്ഞോ? നിന്റെ ജീവിതം അവസാനിച്ചു. നീ എവിടെ ലോകം പറഞ്ഞുവോ അവിടെ നിന്നെ കരം പിടിച്ച് പൊക്കിയെടുക്കുന്ന ഒരപ്പനെന്നാണ് ഞാൻ പറഞ്ഞത്. വായിച്ചോ? കണ്ടോ, കടലിലേറ്റുന്ന ആളെയും ഈ ചില ആളുകൾ പ്രാർത്ഥിച്ചിരുന്നോ ഇന്നോ കിട്ടിയോ കൈ കൊടുത്തോ ഇല്ലയോ? പ്രാർത്ഥിക്കാൻ വന്നോ ഇല്ലേ? വേണ്ടതില്ല. സാറേ 5.2 മീൻ എടുത്ത് നീ സ്വന്തം വായിച്ചു. മനസ്സിലാകുന്ന സ്വന്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എന്റെ അപ്പൻ ചിലതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവാ. ചില വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്തിരിക്കുന്നത് മാത്രമല്ല, ഈ ശബ്ദം ശ്രമിക്കുന്ന ചിലരുണ്ടല്ലോ, വരുന്ന നിമിഷങ്ങളിൽ ചിലർ കാണാൻ പോവാ, ചിലർ അനുഭവിക്കാൻ പോവാ. എവിടേക്കോ വീടുകളിനകത്ത് കിടക്കുന്നത്, കാലം അടയ്ക്കപ്പെട്ടവർ കിടക്കുന്നത്, ചില ഊരാത്തിരിക്കുന്നത്, എല്ലാം വിടിവിക്കപ്പെടാൻ പോകുന്നതായ ഒരു അനുഭവത്തെ എനിക്ക് ആത്മാവിൽ ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവം പൈതലേ, അതുകൊണ്ട് ഇന്ന് ഞാൻ പറയട്ടെ, നിന്നെ ഒതുക്കിയ മേഖല ഉണ്ട്, നിന്നെ ലോകം ഒതുക്കി തീർക്കാമെന്ന് ചിന്തിച്ചെടുത്ത ചിലർ കർത്താവ് ആരംഭിക്കുക. രാജാവ് കൂട്ടരും അവസാനിപ്പിക്കാനാണ് കിട്ടിയത്. ആ കെട്ടുകൾ അഴിഞ്ഞപ്പോ അവർ തുള്ളിച്ചാടിയതുപോലെ നീ നിന്റെ കുടുംബവും ആനന്ദ തൈലത്തിന്റെ അഭിഷേകം കൊണ്ട് ആനന്ദിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. ആനന്ദ തൈലത്തിന്റെ അഭിഷേകം ആനന്ദിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. ഇന്ന് നിന്റെ കുടുംബത്തെ ചിതറിക്കുവാൻ തകർക്കുവാൻ അവൻ കൈവരിക്കുകയായിരിക്ക. അവന്റെ സകല പദ്ധതികളെ ഉടച്ചെടുത്തിട്ട് നിന്റെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന, നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന, തലമുറ പിടിച്ചുകൊണ്ടുപോയതിനെ മടക്കി വെക്കുന്ന ഒരു ദൈവഗൃഹ നിന്റെ മേൽ വീഴുന്നുണ്ടാവും, നിന്റെ കുടുംബത്തിൽ വീഴുന്നുണ്ടാവും. പ്രാർത്ഥിക്കുന്ന ഒരു വെളിപ്പാട് ചിന്തിച്ചതാ. നിന്റെ വായു നിന്റെ വചനം വെറുതെ വന്നിട്ട് വെറുതെ പോകത്തില്ല. തമ്പുരാൻ അയച്ച കാര്യങ്ങളെ സാധിക്കുക, ചില വിടുതലുകൾ അയക്കുവാനൊക്കെ വേണം. ചില മേഖലകളിൽ തമ്പുരാൻ പ്രവർത്തിക്കാൻ പോവുക. അതുകൊണ്ട് ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട കാര്യമില്ല. 107 സങ്കീർത്തനം അതിന്റെ 14 വാക്യം വേഗത്തിൽ വായിച്ചോ. 107 സങ്കീർത്തനം അതിന്റെ 14 വാക്യം. അവൻ അവരെ ഇരുട്ടിൽ നിന്ന് അന്ധവാസത്തിൽ നിന്നും അവരെ പുറപ്പെടുവിച്ചു. അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. ഹലോ, ഇരുട്ടിയിരുന്നതാണ്. അവിടെ അടുത്ത് പറയുന്ന അന്ധവാസം എന്നാണ്. ഒരു സാധ്യതയില്ലാത്ത കാലം. ഭഗവന്റെ അടിമുഖം, അവന്റെ പനി വിട്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഒരു വൻമതിൽ കെട്ടി ഒതുക്കിയിരിക്കുക, ഒരിക്കലും ഒന്നും ചാടിപ്പോകരുത്. ഇതിനകത്ത് കിടന്ന എരിവോടെ തകർത്തിട്ട തമ്പുരാൻ അവിടേക്ക് ഇസ്രായേൽ മക്കളെ അയച്ചു വിട്ടത്. ഹല്ലേലൂയ. ആയതുപോലെ നിനക്ക് വേണ്ടി ചിലതൊക്കെ തകരും. നിനക്ക് മുമ്പിൽ കിട്ടിയ കോട്ടകൾ പൊളിയും. നിനക്ക് നിന്നെ ഒതുക്കാൻ വേണ്ടി പദ്ധതികളൊക്കെ പൊളിച്ചെടുക്കും. അവൻ പുറത്തെടുക്കാൻ പോവുക, പുറത്തെടുക്കാൻ പോവുക, അവൻ പുറത്തെടുക്കാൻ പോവുക, പുറത്തെടുക്കാൻ പോവുക. ഇരുട്ടിയിരുന്ന അന്ധവാസികൾ പുറകൊടുക്കുമ്പോൾ ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ, ചില പ്രസ്ഥാനങ്ങളെ, ചില തൊഴിൽ മേഖലകളെ എല്ലാം ഒതുക്കി വെച്ച ഇടത്താണ് ആത്മാവിന്റെ തീരാവുന്നതേ. ആത്മാവിന്റെ ആഗ്രഹിക്കുന്നുണ്ടേ. കുടുംബത്തിനകത്ത് പോരാടുന്ന മൃഗങ്ങളെ തകർത്തിട്ട് നിന്റെ നന്മയെ, നിന്റെ അവകാശങ്ങളെ നിനക്ക് മരത്തിലെത്തുന്ന ഇടത്താണ് ചില ഭൂമികൾ കൈവശമാക്കുന്ന ആളുകൾ ദൈവത്തിനെ അനുഗ്രഹിച്ചു ഉയർത്തണമെന്ന്. ചില കുറ്റികളെ മാറ്റിയടിക്കുക. ഒരു വിശാലമാകുന്ന ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുക. നീ ചിന്തിക്കും, നിനക്ക് നഷ്ടങ്ങളല്ലേ വന്നത്? സ്വർഗ്ഗമായില്ല. നിനക്ക് നഷ്ടപ്പെട്ടത് ഇരട്ടിയായി ഞാൻ മടക്കി തരും. നിനക്ക് നഷ്ടപ്പെട്ടത് ഇരട്ടിയായി മടക്കി തരും. വീണ്ടും ആവർത്തിക്കുന്നു, നിനക്ക് നഷ്ടപ്പെട്ടത് ഞാൻ തിരികെ തരും. ധനവും മാനവും സ്വത്തും മാത്രമല്ല, നിനക്ക് നഷ്ടപ്പെട്ട ബന്ധങ്ങൾ നിനക്ക് മടക്കി തരും. നിന്റെ ടീമിൽ നിന്നോ നീ ഒന്ന് വിലക്കാണിച്ചോ. ഞാൻ നോക്കുമ്പോൾ നിന്റെ അഭിഷേകത്തിന്റെ അഗ്നിയൊന്ന് പൊതിയുക. നീ ഒന്ന് വിലക്കാണിച്ചോ. നീ ചുമ്മാ ഇരിക്കുന്ന ഈ സമയം ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. നിന്നെ ഒതുക്കാൻ, നിന്റെ പ്രസ്ഥാനത്തെ ഒതുക്കാൻ, നിന്റെ കുടുംബത്തെ ഒതുക്കാൻ ഈ ചെയ്യത്തില്ല. കോട്ടകളുണ്ടല്ലോ. ഇന്ന് പകർത്താൻ
ബന്ധിച്ച് തീയിട്ടത്. ഈ ബന്ധിച്ച ബന്ധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കർത്താവ് പോകുന്ന ദൈവാത്മാവോട് ആവശ്യം പറയില്ല. ഞാൻ ചോദിച്ചു എന്താ കർത്താവ്? അപ്പോൾ വീണ്ടും അങ്ങോട്ട് എങ്ങോട്ട് ശത്രുക്കളിലേക്ക്. അതൊക്കെ ഞങ്ങളുടെ പറഞ്ഞത് മനസ്സിലായോ? അവർ ബന്ധിച്ച ബന്ധമല്ല ഒതുങ്ങുക. സിംഹങ്ങൾ എനിക്ക് കേട് വരുത്താതിരിക്കേണ്ടതില്ല. എന്റെ ദൈവം ഹലോ ഒരിക്കലും വായിച്ചോ. സിംഹങ്ങൾ എനിക്ക് കേട് വരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് ചിലരെ വായടക്കാൻ പോവാണ്. നിന്റെ പരാജയത്തിന് കാരണമായ ചില വഴികൾ സ്വർഗമായോട് പറയാൻ പോവാണ്. ഓ
ഈ കേട്ട വചനത്തിന്റെ ശക്തി വെളിപ്പെടാമോ? ആദ്യം വായിച്ചോ. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായ അടച്ചു. നിനക്ക് എതിരെ വരുന്ന ചെറിയ വായ അടച്ച് നിന്നെ കടിച്ചു കൊള്ളാനാണ് ഈ സിംഹത്തെ ഒരുക്കിയത്. അങ്ങനെ നിന്നെ തകർക്കാനാ പരിപാടി. പക്ഷേ നിന്നെ തകർക്കാൻ പറ്റില്ല. പിന്നെയോ നിന്റെ ജയത്തിന്റെ സമയമായി മാറാൻ പോവാണ്. നിന്റെ പരാജയം നോക്കിയിരിക്കുന്നത് നിന്റെ ജയത്തിന്റെ നിമിഷമായിട്ട് വിടുതൽ പ്രാപിച്ചോളി. നിന്നെ തൊടാൻ പറ്റുന്നില്ല. ദൂരമായി വായടയ്ക്കും. നിനക്കെതിരെ വന്ന പ്രശ്നങ്ങളെ വായടച്ച് അവൻ നിന്നെ വിടുവിക്കാൻ പോവാ. ഓ, തന്റെ ദൂതനിറങ്ങി ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ദൈവമല്ലോ തന്റെ ദൂതനെ അയച്ച് ആ സിംഹത്തിന്റെ വായടച്ചതുപോലെ ചിലതിന്റെ വായടച്ച് നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി ചില സംരക്ഷണം ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ ദൈവപ്രവൃത്തി അല്ലേ ഈ പകൽക്കാലം വെളിപ്പെട്ടിറങ്ങുന്നുണ്ട്. ഞാൻ വീണ്ടും കാണുകയാണ് റൂട്ടുകളിൽ ആരെയാ തീയമ്പുകളെ തകർത്തെറിയുവാൻ അതേ ആത്മാവിന്റെ അഗ്നി വ്യാപരിക്കുന്നത്. അത് നീ പ്രാപിക്കാതെ പോകരുത്. ദൈവം പ്രാപിക്കാതെ പോകരുത്. നീ അത് പ്രാപിക്കാതെ പോകരുത്. ആത്മാവിന്റെ തീ നിന്റെ വീഴുന്നുണ്ട്. ചില വിഷയങ്ങളിൽ ഓ നിന്നെ ഒതുക്കുവാൻ ഒരുങ്ങിക്കളവാൻ എഴുന്നേറ്റ മേഖലകളിൽ ആരെ നന്മയെ നശിപ്പിച്ച വീട്ടിലും പുള്ളരുന്നതാണ് അല്ലേ നന്മകളെ തകർക്കുന്ന ഓ ശത്രുവിന്റെ പദ്ധതികളെ ഉടച്ചറിയുന്ന ആത്മാവിന്റെ തീയുണ്ടല്ലോ നിനക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ഇറങ്ങുന്നുണ്ട്. നിനക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട്. അത് വെറുതെ വന്നിട്ട് വെറുതെ വന്നിട്ടില്ല. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുന്നത് പോലെ ചിലർ ചെയ്യുന്നുണ്ട്. ഓ ചിലത് ചെയ്യുന്നുണ്ട്. കെട്ടടിച്ച് പുറത്തെടുക്കുകയാൽ നന്ദി പറയുക. മുഖത്തെ പൊട്ടിച്ച് നോർത്തിടുകയാൽ നന്ദി പറയുക. അസ്ഥി മജ്ജകളെ ഒതുക്കിയ ജീവിത മേഖലകളെ ഒതുക്കിയ പാതകളെ ഒതുക്കിയ ഒതുക്കി കെട്ടിയ മേഖലകൾ പൊട്ടുന്നു ചെയ്യുന്ന സ്വർഗമനോട് പറയുക. ചെറിയവർ പുറത്തെടുക്കുക. അവൻ കുളിപ്പാൻ കൊടുത്തവൻ നിന്റെ ആവശ്യം
പേടിക്കണ്ട. എല്ലാ കാര്യങ്ങളും നേരത്തെ വിളിച്ചാണ്. ഓ ഇതിനകത്ത് ദൂതന്മാരും പരിശുദ്ധാത്മാവുണ്ട്. അത് ഈ ഭൗതിക കണ്ണുകൾ കാണാൻ പറ്റത്തില്ല. ഹൃദയദീക്ഷയെ പ്രകാശിക്കുന്ന ഒരുവന്റെ കരം ഇതിനകത്ത് ചലിക്കുകയാണ്. പരിശുദ്ധാത്മാവും ദൂതന്മാരുടെ ഉണ്ട്. അഭിഷേകാഗ്നിയകത്ത് വെളിപ്പെടുന്നുണ്ട്. ചിലർക്കൊന്നും വഹിപ്പാൻ കഴിയത്തില്ല. അത്ര ഒരു വലിയ സാന്നിധ്യമുണ്ട് ഹൃദയം. ഒരാത്മസാധനകത്ത് ചെറുതയാക്കും. ഒരാത്മസാധനകത്ത് ചെറുതയാക്കും. ഞങ്ങൾ അതിന് ചില റൂട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. എന്റെ പുതുക്കിയ മേഖല നിനക്ക് ആത്മാവിൽ വെളിപ്പെട്ടു വരും. അതാ ഈ സമയം. നീ അത് കാണും, നീ അത് അനുഭവിക്കണം. എന്റെ ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുന്നുണ്ട്. നിനക്ക് കാണിച്ച് ദൂതൻ മുന്നടന്നെ കാണിച്ചു തരും. ദൂതൻ നിന്റെ മുമ്പിൽ ഇറങ്ങി വരും, നിന്റെ കൂടെ നടക്കും. ഇതാണ് ദാനിയേൽ പറഞ്ഞ ദൈവം. ദാനിയേൽ പറയും, ഞാൻ സേവിച്ച ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായടച്ച് എന്നെ സൂക്ഷിച്ചു. അവരോട് ചിലവർ പറയും, എന്റെ ദൈവം തീരിറങ്ങി വന്ന ഞങ്ങളെ കരം പിടിച്ച് പുറത്ത് നടത്തിയത് അകത്തുണ്ടല്ലോ. ഞങ്ങൾക്ക് തീക്കകത്ത് ഇതുവരെ പരിചയമില്ല. പക്ഷേ ലോകം കത്തിച്ച തീക്കകത്തുള്ളതോ ഞങ്ങൾക്ക് തുള്ളിച്ചാടാൻ പറ്റി. അവിടെ ഒരു അഭിഷേകം ഇറങ്ങിയിരുന്നു. ഇതുപോലെ ലോകം പ്രശ്നം ഉണ്ടാകട്ടെ. നിനക്ക് ഇതിനെ ഉണ്ടായ പ്രശ്നത്തിനകത്ത് ഒരു അഭിഷേകം ഇറങ്ങും. നീ തുള്ളിച്ചാടി ആരാധിക്കുന്ന വ്യക്തിയായി മാറ്റുന്നവൻ നിന്റെ ഹൃദയത്തെ പ്രകാശിക്കുന്ന അപ്പന്റെ കരം, അവന്റെ ആത്മശക്തി നിന്റെ കരത്തെ പിടിക്കുക. ഇതുവരെ കാണാൻ കഴിയാത്ത, ഇതുവരെ അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു ആത്മനിറവും ചില വെളിപ്പാടുകളും ചിലർക്കുണ്ടാകില്ല, ചില ദർശനങ്ങൾ ഉണ്ടാകില്ല. ആത്മാവ് തന്റെ മക്കൾക്ക് വേണ്ടി ചില ഒരുക്കി വെച്ചിരിക്കുക. ഓ, നീ ചോദിച്ചില്ല, ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്. ഒരു ഗിദെയോൻ ചോദിച്ചു, പണ്ട് അത്ഭുതം ചെയ്ത ദൈവം എവിടെ? ഗിദെയോനെ, ഈ ബലത്തോടെ പോകാൻ ഞാനല്ലയോ അയക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ചിലതിനേക്ക് ചില ഇടങ്ങളിൽ പറഞ്ഞയച്ചിട്ട് തമ്പുരാൻ നിനക്ക് മുമ്പിൽ വന്ന് ചിലത് ചെയ്യാൻ പോകാം. ഓ ജീസസ്, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ അങ്ങിറങ്ങി ചലിക്കുക. നന്ദിയപ്പ. അവിടുന്ന് ദൂതന്മാരുമായി നിരത്ത് വന്നനായി നന്ദിയപ്പ. ദൂതന്മാരും പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കുക. നന്ദി കർത്താവേ, നന്ദി. ഒരു നിമിഷം കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ഇതുവരെ കാണുവാൻ കഴിയാത്ത, ഇതുവരെ അനുഭവിക്കാൻ കഴിയാത്ത ആത്മനിർവാണത്തിനകത്തേക്ക് ജനത്തെ കൊണ്ടുപോവുകയാണ്. നന്ദി പറയുന്നു, നന്ദി പറയുന്നു. അസാന്നിധ്യം പിടിക്കുക, നന്ദി പറയുന്നു. അസാന്നിധ്യം പിടിക്കുക, നന്ദി പറയുന്നു. ദൂതൻ കൂടെ വരും, ദൂതന്മാർ കൂടെ വരും, ദൂതന്മാർ കൂടെ വരും. ഓ, യഹോവയുടെ ദൂതൻ നോക്കി വരും. ഹല്ലേലൂയ. വരുന്നുണ്ട്, 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 വരുന്നുണ്ട്. ചിലത് വെളിപ്പെടുന്നുണ്ട്, ചിലത് ചിലർക്ക് കാണാൻ കഴിയുന്നുണ്ട്, ചിലത് ചിലർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതെ, അതെ. ഓ, ഹല്ലേലൂയ. തളർന്ന കൈകളെ ബലപ്പെടുത്തുവാൻ കൈകളെ പിടിക്കുന്നുണ്ട്. ഓ, ഹല്ലേലൂയ. ചില കരങ്ങൾക്ക് വഹിപ്പാൻ കഴിയാത്ത വിധത്തിൽ, ഓ, ഹല്ലേലൂയ. യെസ്, ആമേൻ, ആമേൻ, ആമേൻ. ഒരു വലിയ സാന്നിധ്യം, ഒരു വലിയ സാന്നിധ്യം, ഒരു വലിയ സാന്നിധ്യം. ചിലർ മൂടുന്നുണ്ട്, 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 മൂടുന്നുണ്ട്. ഇന്ന് പകൽ ദൂതന്മാരും പരിശുദ്ധാത്മാവ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലരെ തൊടുന്നുണ്ട്, ചിലരെ തൊടുന്നുണ്ട്. മനുഷ്യപരമല്ല, ദൂതന്മാർ ചിലരെ തൊടുന്നുണ്ട്, ദൂതന്മാർ ചിലരെ തൊടുന്നുണ്ട്, ദൂതന്മാർ ചിലരെ തൊടുന്നുണ്ട്. ഓ,
Jesus, 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 hallelujah, 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 hallelujah. അപ്പായേ നിറയ്ക്കുക നന്ദിയപ്പ, നിറയ്ക്കുക നന്ദിയപ്പ, ആത്മസാന്ദ്രത നിറയ്ക്കുക നന്ദി കർത്താവേ. ഈ ജനം ഹല്ലേലൂയ അത് അങ്ങയുടെ കരങ്ങളിൽ തന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണപ്പ. അവിടുത്തെ മഹത്വം കണ്ട് ആനന്ദിപ്പാൻ സന്തോഷിപ്പാൻ അതിൽ പ്രാഗൽഭ്യത്തിൽ വരുവാൻ കുടുംബങ്ങൾ ദേശം ഇവരെ തൊഴിൽ ചെയ്യുന്ന മേഖലകളെല്ലാം ആത്മാവിൽ സംരക്ഷിക്കപ്പെടുവാൻ കർത്താവേ അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ഈ ജനത്തെ കരം പിടിച്ച് നടത്തിയ സ്തോത്രം. എലിശായ്ക്ക് ചുറ്റും അഗ്നിരഥങ്ങൾ ദൂരമറിഞ്ഞതുപോലെ അപ്പ ചിലരൊക്കെ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ ചെയ്യുകയാൽ നന്ദി പറയുന്നു. Good.